ഖാബിദുൽ അർവാഹ് മലക്കു അസ്റായീൽ വരുന്നതെന്നറിയില്ല മോനെ. ഒരുങ്ങടാ പൊന്നുമോനെ, നിസ്കരിക്കടാ പൊന്നുമോനെ, ഖുർആൻ ഓതടാ ചെറുപ്പക്കാരാ. മോനെ, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളില് തോന്നുന്നത് പോലെ കളിച്ചും ചിരിച്ചും ആസ്വദിച്ചും മതിമറന്നും സുഖിച്ചും ഇങ്ങനെ നടക്കുമ്പോ ഒരു ദിവസം നിന്റെ മുന്നിലേക്ക് അസ്റായിൽ കടന്നു വരുമ്പോ നിലവിളിച്ചിട്ട് കാര്യമില്ലല്ലോ, വെപ്രാളപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. ഒരു നിമിഷം പോലും നിനക്ക് അല്ലാഹു മാറ്റിത്തരില്ലല്ലോ. ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദക വഅകും മിനസ് സ്വാലിഹീൻ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഒരു സെക്കൻഡ് പോലും അല്ലാഹു നിനക്ക് മാറ്റിവെക്കില്ലല്ലോ. നിന്റെ ആയുസ് അല്ലാഹു നീട്ടിത്തരില്ലല്ലോ. അതുകൊണ്ട് സ്വന്തം നഫ്സിനോടും ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, നമുക്കൊരുങ്ങാ, മരണത്തിന് വേണ്ടി ഒരുങ്ങാ, അധികമായി നന്മകൾ ചെയ്യാം. അല്ലാഹുവിന്റെ ഖുർആൻ ഖത്തമോത്, കഴിവിന്റെ പരമാവധി ഖുർആനോത്, നിന്നെ കൊണ്ട് കഴിയുന്ന ദിക്റുകൾ പറയൂ. ഒരുപാട് നിസ്കരിക്ക്, തസ്ബീഹ് നിസ്കരിക്ക്, തഹജ്ജുദ് നിസ്കരിക്ക്, ദുഹാ നിസ്കരിക്ക്. ഓരോ വഖത്തിന്റെയും മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരൂ. ഇതല്ലാതെ നിനക്ക് രക്ഷയില്ലല്ലോ. അതുകൊണ്ടല്ലേ മഹാനവറുകൾ അവിടെ നിന്ന് മരിക്കാൻ കിടക്കുമ്പോ അവിടെ പടച്ചവനെ ഒരു മഹാനിങ്ങനെ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. ഭർത്താവ് മരിക്കാൻ കിടക്കുമ്പോ ഭാര്യയും മക്കളും അടുത്ത് വന്നിരുന്ന് കരയുകയാ. യഹ്യ ഇബ്നു മുആദ് തങ്ങളുണ്ടല്ലോ, അവിടെ നിന്ന് മരണത്തിന്റെ വേളയില് സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട മക്കളും കുടുംബക്കാരും അടുത്ത് വന്നിരുന്ന് കരയുമ്പോ അവിടെ നിന്ന് ഭർത്താവ് ഭാര്യയോട് ചോദിക്കുകയാ, എന്തിനാ പെണ്ണേ കരയുന്നത്? എന്തിനാണ് എൻ്റെ അടുക്കലിരുന്ന് കരയുന്നത്? എന്നെ കുറിച്ച് ഓർത്തിട്ടാണോ? എന്നെ കുറിച്ച് ഓർത്തിട്ടാണോ? യഹ്യ ഇബ്നു മുആദ് തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ? നോക്കൂ പെണ്ണേ, ഈ വീടിന്റെ മൂലയിലിരുന്നിട്ടാ, ഈ വീടിന്റെ മൂലയിലിരുന്നിട്ടാണ് 4000 പ്രാവശ്യം അല്ലാഹുവിന്റെ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതിയത്. ഈ കാണുന്ന റൂമിന്റെ മൂലയിലിരുന്ന നിന്റെ ഭർത്താവ് ഒരു വക്കത്തെങ്കിലും കഥയാക്കുന്നത് കണ്ടിട്ടുണ്ടോ? നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഏതെങ്കിലും ഒരു വക്കത്ത് നിസ്കാര കഥയാക്കുന്നത് നീ നിന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? എന്തിനാ പിന്നെ നീ എന്നെ ഓർത്ത് കരയുന്നത്? എനിക്ക് രക്ഷപ്പെടാൻ അത് മതിയല്ലോ. വേണമെങ്കിൽ നീയും തയ്യാറായിക്കോ. നിനക്കും രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിലും നീയും നിന്റെ ജീവിതത്തിൽ ഇതുപോലെ നന്മകൾ ചെയ്തു വെച്ചോ എന്ന് മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ എനിക്കും നിങ്ങൾക്കും പറയാ, ഇന്ന് രാത്രി എങ്ങാനും മലക്കുൽ മൗത്ത് അസ്റായീൽ ഇന്ന് വന്നു കഴിഞ്ഞ പറയാനൊരു നന്മയുണ്ടോ? ഉറപ്പുണ്ടോ മുസ്ലിമേ? ഉറപ്പുണ്ടോ സഹോദരാ? അല്ലാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടുമെന്ന് നിനക്ക് പറയാൻ? മഹാനവറുകള് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ഭാര്യ അടുത്ത് വന്നിന്ന് കരയാ. ഭാര്യ അടുത്ത് വന്നിന്ന് കരയുമ്പോ ചോദിച്ചു, നീ എന്തിനാ കരയണേ? എന്നെ ഓർത്തിട്ടാ? എൻ്റെ മരണം ഓർത്തിട്ടാ നീ കരയണേ? ഈ വീടിൻ്റെ മൂലയിൽ ഇരുന്നിട്ടല്ലേ 4000 പ്രാവശ്യം ഞാൻ അള്ളാൻ്റെ ഖുർആൻ ഓതി തീർത്തത്. എനിക്കെന്ത് പേടിക്കാനാ? ഞാൻ എന്ത് പേടിക്കാനാ? നീ കണ്ടിട്ടുണ്ടോ? എൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായല്ലോ. ഒരു വക്കത്ത് നിന്റെ ഭർത്താവ് ഖള ആക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. നമുക്കെന്ത് പറയാനുണ്ടോ?
എനിക്ക് നിങ്ങൾക്കും പറയാൻ എന്തുണ്ട്? ഒരു നന്മ പറ, ഒരു നന്മ പറ. എനിക്കും നിങ്ങൾക്കും പറയാൻ ഇന്ന് രാത്രി മരിച്ച എന്തുണ്ട് നമ്മുടെ ജീവിതത്തിൽ? അള്ളാഹു ചിന്തിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ചിന്തിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തു വെക്കാൻ കഴിയണം. മരിക്കാൻ പേടിയാ സഹോദര. എന്നെ സംബന്ധിച്ചിടത്തോളം മരിക്കാനൊരു വല്ലാത്ത പേടിയുണ്ട്. എന്തെന്നറിയോ പേടി? മരിക്കാനുള്ള പേടി എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്നുമില്ലല്ലോ എന്ന് മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അബൂ ഹുറൈറ തങ്ങൾ മരണത്തിൻ്റെ വേളയിൽ കിടന്ന് കരയുമ്പോൾ സഹാബികൾ ചോദിച്ചു, എന്തിനാ കരയണേ, എന്തിനാ കരയണേ? അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, വലിയ ഒരു യാത്ര തുടങ്ങുകയല്ലേ, ഒന്നും എൻ്റെ കയ്യിലില്ലല്ലോ. ആരാ പറയണത്? മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു. എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ, വലിയ യാത്രയ്ക്ക് വേണ്ടി ഞാൻ തയ്യാറാവുകയാ, കൊണ്ടുപോകാൻ എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ, അള്ളാടെ മുന്നിൽ പറയാനൊരു നന്മ എൻ്റെ കയ്യിലില്ലല്ലോ, അത് ഓർത്തിട്ട് കരഞ്ഞു പോയതാണെന്ന് മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു. നമ്മളോ പടച്ചവനെ, നമ്മളവസ്ഥ ഇന്ന് രാത്രി മരിച്ചു പോയാൽ എന്താ ഉള്ളത്? കടന്ന് നിലവിളിക്കാനല്ലാതെ, നെഞ്ചത്തടിച്ച് കരയാനല്ലാതെ നമ്മുടെ കയ്യിലൊന്നും ചെയ്തു വെച്ചിട്ടില്ല. അതുകൊണ്ട് പ്രായമായി, മരണത്തിൻ്റെ അടയാളങ്ങൾ വന്നു തുടങ്ങി, ഒരുപാട് രോഗങ്ങളുമുണ്ട്. അതുകൊണ്ട് വാപ്പമാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നന്നാകാം, നമുക്ക് നന്മകൾ അധികമായി ചെയ്യാം, മരണത്തിന് വേണ്ടി ഒരുങ്ങാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. 2, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു പറഞ്ഞു ഇസ്തിഗ്ഫാർ പറയാൻ, അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ. ഇന്നൊരു 100 വട്ടം പറഞ്ഞവരൊക്കെ ഒന്ന് കൈവയ്ക്ക്. 100 വട്ടം. 2 പേരുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം നൽകുമാറാകട്ടെ. അത്രയേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പാപവും ചെയ്യോ? മുത്തുനബി നബി എന്തെങ്കിലും പാപം ചെയ്യോ? ഇല്ല. ആ പ്രവാചകൻ എത്ര പ്രാവശ്യം പറയും? ഒരു ദിവസം 100 വട്ടം. നമ്മളോ 24 മണിക്കൂർ ഇരുന്ന് പറഞ്ഞാലും തീരില്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പാപവും ചെയ്യാതെ 100 വട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 50,000 വട്ടം പറയണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 50 പോയിട്ട് 5 എണ്ണം പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ആരായനെ. അതുകൊണ്ട് സഹോദര, ഇന്നു മുതൽ അൽഹംദുലില്ലാഹ് ഇസ്തിഗ്ഫാർ പറയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറയൂലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞാൽ മതി. ഇത് പറയുന്നതിലൂടെ ദുനിയാവി കിട്ടുന്ന ഒരു നേട്ടം ആഖിറത്തിലെ പോകട്ടെ, ആഖിറത്തിൽ അള്ളാഹു തരുന്നത് പോകട്ടെ, ദുനിയാവി കിട്ടുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ ദുനിയാവിൽ അള്ളാഹു തരുന്ന ഒരു പ്രതിഫലം ഞാൻ പറഞ്ഞുതരാം. ഇൻഷാ അല്ലാഹ് ചെയ്യോ? ഇൻഷാ അല്ലാഹ് ചെയ്യോ? ഇൻഷാ അല്ലാഹ് 3 സ്വലാത്ത് പറ. സ്വല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് ജീവിതത്തിൽ ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ ഈ ദുനിയാവി കിട്ടുന്ന പ്രതിഫലം ഞാൻ പറയാം. അള്ളാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ അള്ളാഹു നിനക്ക് ഭക്ഷണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ എന്ത് കിട്ടും? പറ മനുഷ്യ, അല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ എന്ത് കിട്ടും? ഭക്ഷണം അള്ളാഹു നൽകും. എന്താ വേണ്ടേ? നമുക്കതല്ലേ വേണ്ടത്. നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ പടച്ചവൻ നമുക്ക് ഭക്ഷണം തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ പടച്ചവൻ നമുക്ക് റിസ്ക് തരും. നമ്മൾ ഹലാലായ ഭക്ഷണം അള്ളാഹു തരുമെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് മഴ പെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ വയംദിദുകും ബി അംവാലിൻ വബനീൻ. ഖുർആൻ പറയുന്നുണ്ട്, കച്ചവടത്തിൽ അഭിവൃദ്ധി വേണോ? കച്ചവടത്തിൽ അഭിവൃദ്ധി വേണോ? സന്തോഷമുള്ള ജീവിതം വേണോ? എന്തു പറയാനാ അല്ലാഹ് പറഞ്ഞേ? അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ അല്ലാഹ് പറഞ്ഞതാ. അല്ലാഹു പറയുകയാ, അസ്തഗ്ഫിറുല്ലാഹ് നീ പറ, നിനക്ക് അല്ലാഹു അഭിവൃദ്ധി നൽകും. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ വയംദിദുകും ബി അംവാലിൻ വബനീൻ. അല്ലാഹ് പറഞ്ഞതല്ലേ അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ?
വെള്ളമില്ലേ, മഴയില്ലേ, എന്ത് ചെയ്യാനാ പറഞ്ഞത്? പലരും ചോദിക്കും, ഉസ്താദെ വെള്ളമില്ല, കിണറ്റിൽ വെള്ളം പറ്റുന്നുണ്ട്, കിണറ് കുഴിക്കാൻ പോകുന്നു, എന്ത് ചെയ്യണം? അസ്തഗ്ഫിറുല്ലാ പറ, അസ്തഗ്ഫിറുല്ലാ പറ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ടാ പണ്ടുള്ളവരൊക്കെ, പണ്ടത്തെ ഉമ്മമാരൊക്കെ അടുക്കളയിൽ അരിപ്പാത്രം നോക്കുമ്പോൾ അരിയില്ലെങ്കിൽ അവർ പറയും അസ്തഗ്ഫിറുല്ലാ. കാരണം എന്തേ? അസ്തഗ്ഫിറുല്ലാ പറഞ്ഞാലേ അള്ളാഹ് തരത്തുള്ളത്. നമ്മൾ അങ്ങനാണോ? ഇന്ന് കലത്തി അരിയില്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാ അല്ല പറയുന്നത്. നമ്മുടെ പെണ്ണുപിള്ളമാർ അള്ളാഹു കാക്കുമാറാകട്ടെ. ഇവിടെ ചെലവിന് വരുന്നില്ല എന്നാ പറയുക, വേറെ പലതും പറയണത്. ഉടച്ചവൻ അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ, കച്ചവടങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ, കടയിലൊക്കെ ചുമ്മാതിരിക്കുന്ന സമയത്ത് മൊബൈലിൽ കുത്താതെ അസ്തഗ്ഫിറുല്ലാ പറഞ്ഞുകൊണ്ടിരിക്കുക. അള്ളാഹു ബറക്കത്ത് ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കടയിലൊക്കെ ഇപ്പോൾ കച്ചവടമൊന്നുമില്ല, ചുമ്മാതിരിക്കുക, അപ്പം മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കും. നമ്മൾ ആരെന്നറിയോ? ഞാൻ കാസർഗോഡ് ഒരു സ്ഥലത്തൊരു തുണിക്കടയിൽ പോയി. ഉസ്താദ് ഇത്തിരി ബുദ്ധിമുട്ടാ. ഞാൻ പറഞ്ഞു, മോനെ രാവിലെ കടയിൽ കയറുമ്പോൾ നീ യാസീൻ ഓതണം. മോൻ പറഞ്ഞ്, ഞാൻ ഓതുന്നുണ്ട് ഉസ്താദ്, ഞാൻ ഓതുന്നുണ്ട്, എല്ലാ ദിവസവും രാവിലെ കടയിൽ കയറുമ്പോൾ യാസീൻ ഓതാറുണ്ട്. ഞാൻ ചോദിച്ചു, ആര് ഓതും? മൊബൈൽ ഓതും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരാ ഓതണേ? ആരാ? ഖുർആനിൽ ഓണാക്കി വെക്ക, യാസീൻ ഇങ്ങനെ ഓതുന്നുണ്ട്, ഓൻ എന്ത് പ്രതിഫലോപ്പ? നമ്മൾ അത്രയും പിശുക്കന്മാരാ. അതുകൊണ്ട് കടയിൽ കച്ചവടമില്ലാതെ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ കടയിലിരുന്നിട്ട് അസ്തഗ്ഫിറുല്ലാ പറഞ്ഞാൽ മതി. അൽഹംദുലില്ലാ, അള്ളാഹു നിങ്ങൾക്ക് ഖൈറും ബറക്കത്തും നൽകും. അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. ഇതാ അനുമൂലേട്ട മലയാളിമാരൊക്കെ ഇരുന്നിട്ട് ഇൻഷാ അല്ലാഹ് കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാ, ഒക്കെ ജീവിതത്തിൽ ചെയ്യണം. ചുമ്മാ ഇങ്ങനെ നടന്നാൽ പോരാ. കുറേ വീടും പൈസയും കെട്ടി സമ്പത്തും വാരി കെട്ടിയിട്ടൊന്നും കാര്യമില്ല. ജീവിതത്തിൽ ആറടി മണ്ണിൽ പോകുമ്പോൾ എന്തെങ്കിലും ചെയ്തു വെച്ചോണം. ഞാൻ ഉള്ള കാര്യം പറഞ്ഞേക്കാം. അൽഹംദുലില്ലാ, നമ്മുടെ പള്ളിയുടെ കാര്യം ഞാൻ ഇന്ന് ജുമഅയ്ക്ക് പ്രസംഗിച്ചു. ഹിഫ്ദുൽ ഖുർആൻ നമ്മുടെ സ്ഥാപനത്തിൻ്റെ കാര്യം ഇന്ന് പുതിയ കമ്മിറ്റി കയറി ആദ്യമായിട്ടുള്ള യോഗത്തിൽ അത് പാസ്സാക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇനി ബാക്കിയുള്ള കടമ്പകളും കൂടെ കടന്നാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയുടെ മുകളിൽ, നമ്മുടെ പള്ളിയുടെ അപ്പുറത്തെ ഭാഗത്ത് ഇൻഷാ അല്ലാഹ് ഹൗദിൻ്റെ മുകൾ ഭാഗത്ത് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കുന്ന 15 മക്കൾ ഇൻഷാ അല്ലാഹ്, നല്ല പഠിക്കാൻ കഴിവുള്ള വിദ്യാർത്ഥികളെ നമ്മൾ തിരഞ്ഞെടുക്കും. എവിടെ നിന്നാണെങ്കിലും പായിപ്പാടിനാണ് പരിഗണന. എവിടെ നിന്നാണോ അൽഹംദുലില്ലാ പഠിക്കാൻ കഴിവുള്ള, ഹാഫിളാകാൻ ആഗ്രഹിക്കുന്ന 15 വിദ്യാർത്ഥികളെ ഉസ്താദന്മാർ ഖുർആൻ ഓതി അതിൽ നിന്ന് കഴിവുള്ള കുട്ടികളെ തിരഞ്ഞെടുത്ത് ഇൻഷാ അല്ലാഹ് ഇവിടെ അവർക്ക് റൂമും സൗകര്യവും ഒരുക്കി കൊടുത്തു. അവരെ ഖുർആൻ പഠിപ്പിക്കുകയും ആ ഖുർആൻ പഠിപ്പിക്കുന്നതിനോടൊപ്പം താഴെ സ്കൂളില്ലേപ്പാ, താഴെ സ്കൂളിൽ എന്താ അൽഹംദുലില്ലാ അവിടുത്തെ വിദ്യാഭ്യാസവും കൊടുത്ത്, ദുനിയാവും ആഖിറവും വേണം, ഭൗതികവും ആത്മീയവും വേണം, 2 വിദ്യാഭ്യാസവും കൊടുത്ത് ഇൻഷാ അല്ലാഹ് ഹാഫിളീങ്ങളായ മക്കൾ അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ മദ്രസയിൽ അൽഹംദുലില്ലാ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഇന്ന് തീരുമാനമായിട്ടുണ്ട്. പലരും നമ്മുടെ ഹിഫ്ദുൽ ഖുർആൻ കോളേജിന് വേണ്ടി സംഭാവന നൽകാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, സഹോദരങ്ങളോട്, നിങ്ങളിൽ പലർക്കും കഴിഞ്ഞിട്ടില്ല, നിങ്ങളിൽ പലർക്കും ഹാഫിളാകാൻ കഴിഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ ആഗ്രഹമുള്ളവർ അൽഹംദുലില്ലാ അങ്ങനെയുള്ളവരെങ്ങനെ, ഒരു ഹാഫിദിനെ സഹായിക്കാൻ കഴിയുന്നവരെങ്ങനെ, നിങ്ങൾക്ക് എന്താണോ മനസ്സ് അള്ളാഹു നിങ്ങളുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സാധിപ്പിച്ചു തരുമാറാകട്ടെ. ഞാനിങ്ങനെ ചങ്ങനാശ്ശേരിയിൽ പോയപ്പോൾ നമ്മുടെ പള്ളിക്ക് 1.5 ലക്ഷം രൂപ സംഭാവന ചെയ്ത കുടുംബമാണ്. ചുമ്മാതിങ്ങനെ ഞാനും കുടുംബവും പോയപ്പോൾ പറഞ്ഞു, സിറായ ഉസ്താദെ ഖുർആൻ സ്ഥാപനം തുടങ്ങുന്നു, 1 ലക്ഷം രൂപ ഞങ്ങൾ തരും. പായിപ്പാട് പള്ളിയിൽ നടക്കുന്ന ഹിഫ്ദുൽ ഖുർആൻ കോളേജിലേക്ക് 1 ലക്ഷം രൂപ ഞങ്ങൾ തരാം. എന്നിട്ട് അൽഹംദുലില്ലാ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. കമ്മിറ്റി പോലും ആലോചിച്ചിട്ടില്ല വിഷയത്തെക്കുറിച്ച്, ഈ പള്ളിയിൽ പോലും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ഒരു ആഗ്രഹം ഇതുപോലെ പ്രസംഗത്തിൽ പറഞ്ഞതാ. പക്ഷേ അവരവിടെ ഇരുന്നു കൊണ്ട് വഅദ് കേട്ടു. അൽഹംദുലില്ലാ അള്ളാഹു ആ വാപ്പയ്ക്ക് ഉമ്മയ്ക്ക് 2 പേർക്കും അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലും അവരെ ജോഡികളായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ അടുത്ത് ഞാൻ ഇവിടെ നിന്ന് ക്ലാസ് കഴിഞ്ഞു, രാത്രി 1:30 ഞാൻ ചെല്ലുമ്പോഴും ആ സഹോദരൻ്റെ കയ്യിൽ തസ്ബീഹ് വെച്ചിട്ട് ദിക്ർ പറഞ്ഞ് എനിക്ക് അത്ഭുതം തോന്നി. തിരുവല്ലയിൽ കടയാണ് അദ്ദേഹത്തിന്, തിരുവല്ലയിൽ കടയാ. ഞാൻ രാത്രി 1:30 ഞാൻ വീട്ടിൽ കയറി ചെല്ലുമ്പോഴും കയ്യിൽ തസ്ബീഹ്. വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി ഞാൻ. ഇങ്ങനെയും മനുഷ്യന്മാരുണ്ടല്ലോ. വലിയ പ്രായമൊന്നുമില്ല, അതാ വെറ്റ്, വലിയ പ്രായമൊന്നുമില്ല, അണ്ണൻ്റെയൊക്കെ പ്രായമുള്ളൂ. പക്ഷെ ആ മനുഷ്യൻ അൽഹംദുലില്ലാ ഭർത്താവും ഭാര്യയും 1 ലക്ഷം ഇഖ്ലാസ ഓതി വെച്ചത്. 1ഉം 2ഉം അല്ല, 10 എണ്ണം ഓതിയ സ്വർഗത്തിൽ വീട് കിട്ടും. 1 ലക്ഷം ഓതിയവർ അൽഹംദുലില്ലാ. അള്ളാഹു അവർക്ക്, എൻ്റെ കൂടെ ഉംറയ്ക്കൊക്കെ എപ്പോഴും വരുന്ന കുടുംബം, അള്ളാഹു സ്നേഹബന്ധം നിലനിർത്തി തരുമാറാകട്ടെ.
ആ സഹോദരിയുടെ പ്രയോഗങ്ങളൊക്കെ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മുടെ ഖുർആൻ പഠിക്കുന്ന ഹാഫിളീങ്ങൾക്ക് വേണ്ടി അവർ സംഭാവന നൽകി. ഒരു സഹോദരി ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി, ആ ഖുർആൻ പഠിപ്പിക്കുന്ന മക്കൾക്കുള്ള ഒരു വർഷത്തെ ഭക്ഷണം ഞാൻ തരാം ഉസ്താദ്. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഓരോരുത്തരിങ്ങനെ, ഇന്ന് നമ്മുടെ മഹല്ലുകാരനാ നമ്മുടെ ഇവിടെയൊക്കെ വരുന്ന അദ്ദേഹം ഇന്ന് കമ്മിറ്റി ഓഫീസിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, നമ്മുടെ നൗഷാദക്ക 50,000 രൂപ ഞാൻ തരാം ഉസ്താദേ, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഹോസ്പിറ്റലിലേക്ക് പോകുകയാ, അള്ളാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവെ നിൻ്റെ ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട്, പരിശുദ്ധമായ ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട്, അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട്, ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ആ പൊന്നു പെങ്ങളെ നീ ഇനി വേദനിപ്പിക്കല്ല റഹ്മാനെ. ഭാര്യയും ഭർത്താവും പടച്ചവനെ വീട്ടിലിരുന്നു കൊണ്ട് ഈ ദുആയിക്ക് ആമീൻ പറയുന്നുണ്ട്. റബ്ബേ നീ അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ, അവരുടെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ അല്ലാ. സദക്ക കൊണ്ട് അവർ രോഗത്തിന് ചികിത്സിച്ചവരാ, നീ അവരെ കൈവിടല്ലേ റഹ്മാനെ. അല്ലാഹു അവർക്ക് നീ ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാനെ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ജീവിതത്തിൽ ഇതൊക്കെ ചെയ്യാൻ കാണൂ. അതുകൊണ്ട് നന്മകൾ അധികമായി ചെയ്യ്, സദക്കകൾ ചെയ്യ്. അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത മാസം 10-ാം തീയതിക്ക് മുമ്പ് ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയുടെ വാർപ്പ് റബീഉൽ അവ്വൽ 1 ഇൻഷാ അല്ലാഹ്, റബീഉൽ അവ്വൽ മാസം ഇൻഷാ അല്ലാഹ്, റബീഉൽ അവ്വലിന് 1 സഫർ മാസം കഴിയട്ടെ, റബീഉൽ അവ്വൽ മാസത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയുടെ വാർപ്പ് തുടങ്ങും. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലാണ്. നിങ്ങൾ ആരെയും ഞാൻ പ്രയാസപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയല്ല. നിങ്ങൾ ഓരോരുത്തരും അൽഹംദുലില്ലാഹ് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഒരു ചാക്ക് സിമെന്റ് ആണെങ്കിലും ചെറുതും വലുതും ഇവിടെ പരിഗണിക്കാറില്ല. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് അൽഹംദുലില്ലാഹ്, ഒരുപാട് പേര് 100 കിലോ കമ്പി വെച്ച് അൽഹംദുലില്ലാഹ് നൽകി, 10-15 ചാക്ക് സിമെന്റ് വെച്ച് തരുന്നവരുണ്ട്. അർഹംറഹീമായ അല്ലാഹ്, കാരുണ്യവാനായ അല്ലാഹ്, അവരുടെ സദഖകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. അവർക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. അവരുടെ ആഗ്രഹങ്ങൾ നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ ചെയ്യണേ. അതുകൊണ്ട് സഹോദരാ ഒരുങ്ങിക്കോ. അവസാനമായിട്ട് ഞാൻ നിർത്തുകയാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹു ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. പടച്ചവനെ മുത്തുനബിയോട് ഒരുങ്ങാൻ പറഞ്ഞു, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കാൻ പറഞ്ഞു. ഈ സൂറത്ത് അവതരിച്ചതിനെ തുടർന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കാരത്തിലെ റുകൂഇലും സുജൂദിലും ഒരു പ്രാർത്ഥനയങ്ങ് തുടങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റുകൂ ചെയ്യുമ്പോൾ, അവിടുന്ന് സുജൂദ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള ദുആ അവിടുന്ന് ചെയ്യുകയാ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. പിന്നെ നബി അവിടുന്ന് പറയാൻ തുടങ്ങി, അല്ലാഹുവിന്റെ റസൂൽ റുകൂഇലും സുജൂദിലും പറയാൻ തുടങ്ങി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. അവിടുന്ന് പ്രവാചകൻ പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനെ സ്തുതിക്കുന്നതിനോടൊപ്പം ഞാൻ അവനെ പ്രകീർത്തനങ്ങൾ ചെയ്യുകയാണ്. അല്ലാഹുവിനോട് ഞാൻ പാപമോചനം തേടുകയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ പഠിച്ചു വെച്ചോ, ഇതിന്ന് മുതൽ നിത്യമാക്കാനുള്ള ദുആയാണ്. ഖുർആനിലെ 110ാമത്തെ സൂറത്ത് പഠിച്ചപ്പോ ആ സൂറത്ത് പഠിപ്പിച്ചു തരുന്ന ഒരു നന്മയാ ഇത്. നിങ്ങൾ മറന്നു പോകല്ലേ. ഇത്രയും നേരം പറഞ്ഞത് മറന്നാൽ ഈ പറയുന്ന ഈ ദുആ നിങ്ങൾ മറക്കരുത്. ഇത് നിങ്ങൾ എപ്പോഴും പറയണം. എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ആ സമയത്തല്ലാഹ് നിങ്ങൾ പറയണം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി.
ഇത് നിങ്ങൾ നിത്യമാക്കിക്കോ, ഇത് നിങ്ങൾ നിത്യമാക്കിക്കോ, നിങ്ങൾക്ക് രക്ഷയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇത് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു വഴിയാണ്. ഇത് പശ്ചാത്താപത്തിന്റെ ദുആയാണ്. ഇതുകൊണ്ട് നിങ്ങളുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാണ്. അതുകൊണ്ട് ഇന്ന് ഈ പാവപ്പെട്ടവനെ പറഞ്ഞു തരാറുള്ള നന്മയാ. ഇന്നലെ നിങ്ങളൊരു ദുആ പഠിച്ചു, ഇന്നും ഒരു ദുആ. ഇത് വെറുതെയല്ല. ഈ വഅദ കേൾക്കുന്നവർ ജീവിതത്തിൽ ആരെങ്കിലും ചെയ്താ പലരും പറയാറുണ്ട്, ഉസ്താദേ നിങ്ങൾ പറഞ്ഞു തരുന്ന പല ദുആകളും ഞങ്ങൾ പറയാറുണ്ട്. ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അല്ലാഹുവേ നീ അവർക്ക് ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ.